ഒരു അത് വലിയ ഇഷ്യൂ ആവും. കാരണം എന്ന് വെച്ചാല് മുണ്ണകളെ ഒരു കഥ പറയാം, ഈ അനീഷ് മുണ്ണയെ ഒരു കഥ പഠിപ്പിക്കാം. എടാ കാട്ടുമുണ്ണയായി പോയല്ലോടാ നീ അനീഷ്. അയ്യേ, ഇതിനേക്കാളും നല്ല നഴ്സറി പിള്ളേരാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഇതിനേക്കാളും ചെറിയ 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 കുശുമ്പും ഇതൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. നീ ഒരുമാതിരി കാട്ടുമുണ്ണയായി പോയല്ലോടാ അനീഷ്. എന്താണോ നിനക്ക് ഇത്ര അസൂയ? എടേ അനുമോള് എന്ന് പറയുന്ന ആള് ഒറ്റയ്ക്ക് നിന്ന് പോരാടി തന്നെയാണ് ബിഗ് ബോസ് സീസൺ 7 കപ്പ് പൊക്കിയത്. കാരണം എല്ലാ കാട്ടപരാധികളും അതിന്റെ അകത്തുള്ള എല്ലാ കാട്ടപരാധികളും വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോഴും അവൾ ഒറ്റയ്ക്ക് നിന്ന് തന്നെയാണ് പൊരുതി നേടിയിട്ടുള്ളത്. അത് മനസ്സിലാക്കി. ഈ കാട്ടുമണ്ണ അനീഷിനെ പോലുള്ളവന്മാർക്ക് നല്ല പോലെ അങ്ങോട്ട് ചൊറിഞ്ഞ് ഇളക്കുന്നുണ്ട്, അവനങ്ങോട്ട് തുടിക്കുന്നുണ്ട്. അവക്ക് ഇത്ര അവാർഡുകളും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അതുപോലെ ബിഗ് ബോസിന്റെ കപ്പ് അടിച്ച് കാറടിച്ച് എല്ലാം അടിച്ചുകൊണ്ട് പോയപ്പോ ഈ കാട്ടുമണ്ണ അനീഷിന് നല്ലപോലെ ചൊറിയുന്നുണ്ടായിരുന്നു. ഇവനൊരു വിചാരം ഉണ്ടായിരുന്നു, ഇവൻ ഇപ്പൊ കപ്പ് കൊണ്ടുപോകും, ഇവൻ എന്തോ വലിയ സംഭവമാണ്, ഇവനാണ് മറ്റത് മറിച്ചത്, മാങ്ങയാണ് തൊലിയാണ് തേങ്ങയാണ് ചക്കൻ തൊലിയാണ് കിഴങ്ങാണെന്ന് ഇവനൊരു വിചാരം ഉണ്ടായിരുന്നു. ആ ഒരു സാധനമാണ് ഇവന്റെ അഹങ്കാരത്തിന് അണ്ണാക്കി കിട്ടിയത്. മനസ്സിലായ? അതുപോലെ അനുമോക്ക് എന്തുകൊണ്ട് ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവളെ അത്രയും ജനങ്ങൾ സ്നേഹിച്ചു. അതുപോലെ തന്നെ ഈ ഹൗസിന്റെ അകത്തുള്ള എല്ലാ കാട്ടപരാധികളും കൂടി ഒറ്റയ്ക്ക് വളഞ്ഞിട്ട് അവളെ ആക്രമിക്കുന്നത് കണ്ടപ്പോൾ ജനങ്ങൾ വിധി എഴുതി, ജനങ്ങൾ വോട്ടിന്റെ രൂപത്തിൽ അവരുടെ സപ്പോർട്ട് രേഖപ്പെടുത്തി. അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഞാൻ എത്ര വോട്ടെന്ന് പറയാം അനുമോക്ക് വേണ്ടി ചെയ്തിട്ടുള്ള, അത് ഞാൻ ചെയ്തെന്നല്ല, എല്ലാം കൂടി എത്രയോ ആൾക്കാർ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്ത് അവരുടെ ഫോൺ നമ്പർ ഒന്ന് OTP ഒന്ന് എത്രയോ വോട്ട് എനിക്ക് അറിയത്തില്ല. അങ്ങനെ വോട്ട് ചെയ്തിട്ട് ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. അതായത് എന്റെ വഴിയോ വേറെ ആരുടെയെങ്കിലും ഒക്കെ കയ്യിൽ നമ്പർ കൊടുത്തിട്ട് ഇതുപോലെ വോട്ട് ചെയ്ത് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കും. കാരണം അത്രയ്ക്ക് ജനങ്ങൾ അന്ന് ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് അനുമോക്ക് നമ്മൾ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ എല്ലാം കൂടി വളഞ്ഞിട്ട് ആക്രമിച്ചതിനെ തുടർന്നിട്ടാണ്. എന്നാൽ അവർക്ക് കിട്ടിയിട്ടുള്ള സപ്പോർട്ട് മാരകമായിരുന്നു. എന്നാൽ ഇപ്പൊ അനീഷിനെ പോലുള്ള മൊണ്ണകൾക്ക് ചൊറിയുന്നുണ്ട്. വേറെ ഒന്നുമില്ല, ലൈം ലൈറ്റിൽ ഇല്ല, ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കുന്നില്ല. യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടാലും 5 വ്യൂ പോലും നേരെ ചൊവ്വയില്ല. ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ടാലും വ്യൂ ഇല്ല. ഒരു പട്ടിക്കുഞ്ഞു മൈൻഡ് ചെയ്യാതെ ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കാതെ വന്നപ്പോ അവൻ വീണ്ടും അനുമോളൊക്കെ ഇറങ്ങി ചൊറിയാണ്. എടാ ഉളുപ്പില്ലാത്തവനെ, നീ അല്ലടാ ഹൗസിന്റെ അകത്ത് നാടകമേ ഉലകം എന്ന് പറഞ്ഞുകൊണ്ട് അവളെ പ്രപ്പോസ് ചെയ്യാൻ പോയത്. അവന്റെ ഉണക്ക പ്രപ്പോസ് അവൾ എന്തായാലും നൈസായിട്ട് അത് ഒഴിവാക്കി അണ്ണാക്കി തന്നിട്ട് നിനക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ അല്ല എന്ന് മറുപടി തരേണ്ടത്. എനിക്ക് പോടാ വേട്ടവളയാന്ന് പറഞ്ഞുകൊണ്ട് ചാണാൻ വരുമെന്നാണ് നിന്നെയൊക്കെ വിടേണ്ടത്. പക്ഷെ അവളുടെ മാന്യത കൊണ്ട് അവൾ നൈസായിട്ട് ഹാൻഡിൽ ചെയ്ത് പറഞ്ഞു വിട്ടു. പക്ഷെ നീ അവളെ പ്രപ്പോസ് ചെയ്തിട്ട് അവൾ നിന്നെ റിജക്ട് ചെയ്തു, അവൾ തേപ്പുകാരിയാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ വരുത്തി തീർത്തുകൊണ്ട് അവൾക്ക് നെഗറ്റീവ് വരാൻ വേണ്ടി നീ ഹൗസിന്റെ അകത്ത് കാണിച്ചു കൂട്ടിയ നല്ല ഒന്നാം തരം പൊറാട്ട് നാടകം അത് ജനങ്ങൾ കണ്ടതാണ്. അതിനെ തുടർന്ന് നിനക്ക് നല്ല വിമർശനങ്ങൾ ഉണ്ടായി. നീ മൂഞ്ചി എന്ന് തന്നെ പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെ അനീഷ് ലൈം ലൈറ്റിൽ ഒരു രീതിയിൽ നിൽക്കാൻ പറ്റുന്നില്ല, ഒരാളുകളും മൈൻഡ് ചെയ്യുന്നില്ല, ഒരു അവസരങ്ങളും കിട്ടുന്നില്ല, ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കുന്നില്ല. അതിനെ തുടർന്ന് ഇവൻ നൈസായിട്ട് അനുമോളൊക്കെ ഇറങ്ങി ചൊറിയാണ് വീണ്ടും. എടാ ഉളുപ്പുണ്ടാണെന്ന് അറിയാം, അസൂയം കുശുമ്പും ഇങ്ങനെ അകത്ത് വെച്ചുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ. നിനക്ക് അത്രയ്ക്ക് നീ വലിയ മറ്റവനായിരുന്നെങ്കിൽ നീ ആ കപ്പ് അടിക്കാത്തത് നീ അടിച്ചില്ല. അപ്പൊ പറയും PR വർക്കാണെന്ന്. നിന്നെയൊക്കെ പോലുള്ള മൊണ്ണകൾ അതേ പറയത്തുള്ളൂ. അപ്പൊ സാധാരണ ജനങ്ങൾ വോട്ട് ചെയ്ത ഒരു മണ്ടന്മാരാണ്. എടാ പോടാ പൊട്ട എന്നേ ഞാൻ നിന്നെയും പറയത്തുള്ളൂ. കാരണം നിന്നെയൊക്കെ പോലുള്ളവനെ സപ്പോർട്ട് ചെയ്തവന്മാർ ആദ്യം മടലോട്ട് അടിക്കണം. കാരണം അത്രയ്ക്ക് വൃത്തികേടാണ് നീ ഇപ്പൊ വാരി തുപ്പുന്നത്. അത്രയ്ക്ക് വൃത്തികേട് മ്ലാച്ചം ഉള്ള കാര്യം പറയാലോ. സീരിയസ് ഇങ്ങനെ ഒരു അസൂയയും കുശുമും ഏഷ്യനിൽ നിറഞ്ഞിട്ടുള്ള ഒരു വേട്ടവാളിയനാണ് നീയെന്ന് വീണ്ടും നീ തെളിയിച്ചിരിക്കുകയാണ്. എന്തായാലും ലൈം ലൈറ്റിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു പട്ടിക്കുഞ്ഞു മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് വീണ്ടും അനുമോളെ കയറി ചൊറിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഒരു പോസ്റ്റ് ഒന്ന് വായിക്കാം. പുരസ്കാരങ്ങൾ കിട്ടുക എന്നത് തീർച്ചയായും സന്തോഷം തരുന്ന ഒന്നാണ്. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഡിജിറ്റൽ മീഡിയ സ്റ്റാർ ഓഫ് ദ ഇയർ 2026 എന്ന അവാർഡ് എനിക്ക് കിട്ടുമ്പോൾ അംഗീകരിക്കപ്പെട്ടതിന്റെ നിർവൃതി തീർച്ചയായും ഉണ്ട്. ഒരുപാട് സിനിമകളുടെ ഭാഗമായ അഭിനേത്രി പ്രിയങ്കയും ടെലിവിഷൻ കോമഡി പ്രോഗ്രാമുകളിൽ പങ്കെടുത്ത അനുമോളുമാണ് ഈ പുരസ്കാരം നൽകിയത്. മുതിർന്ന സിനിമാ താരങ്ങളും സോഷ്യൽ മീഡിയയിൽ മിന്നിത്തിളങ്ങുന്ന താരങ്ങളും തന്ന പരിഗണനയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഞങ്ങളുടെ സ്വന്തം അനീഷേട്ടൻ. പിന്നെ നീ എവിടെ തേട്ട ഏച്ചു പോടാ എടാ വധൂരി പോടാ എടാ പോയി കമന്നറന്ന് ഉറങ്ങട്ടെ കുട്ട. അപ്പൊ നമുക്ക് നേരെ അനുമോളുടെ പോസ്റ്റിലോട്ട് പോവാം. കാരണം ചൊറിച്ചില് അനീഷ് ചൊറിഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. ഇവന്റെ ചൊറിച്ചിൽ കാണുമ്പോൾ എനിക്ക് തന്നെ ചൊറിഞ്ഞു വരുന്നുണ്ട്. ഞാൻ ഒന്ന് കൊടുക്കാം, ഇവന്റെ ഒരു പോസ്റ്റ് ആദ്യം ഒന്ന് കൊടുക്കാം. ചിലർ എല്ലാ മാസവും വീതം വെച്ച് കൊടുക്കുന്നതല്ലേ ആ റോബോട്ടിക് PRകളും പെയ്ഡ് PRകളും രക്ഷക്കെട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് ഒരു 17 മണിക്കൂർ മുന്നേ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് അനുമോക്ക് ഇട്ട് ചൊറിഞ്ഞിട്ടുള്ള സാധനമാണ് ഇത്.
എന്താണ് ഇവന്റെ കുന്തളിപ്പിന്റെ ഉദ്ദേശം എന്ന് എനിക്ക് അങ്ങോട്ട് പിടികിട്ടുന്നില്ല. വേറെ ഒന്നുമല്ല, ലൈം ലൈറ്റിൽ പിടിച്ചിരിക്കാനാവണം, അല്ലാണ്ട് ഇവനെയൊന്നും ഒരു പട്ടി കുഞ്ഞുപോലും മൈൻഡ് ചെയ്യുന്നില്ല. ആ സമയത്ത് കുറച്ച് സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നല്ലാണ്ട് പിന്നെ ഒരു മനുഷ്യൻ പോലും ഇവനെയൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതാണ് വാസ്തവം. ഇനി അനുമോള് കിട്ടിയിട്ടുള്ള കുറച്ച് സ്റ്റോറീസ് എന്നൊന്ന് വായിക്കാം. വിജയിച്ചവർ മുന്നോട്ട് പോകും, ജയിക്കാൻ പറ്റാത്തവർ പഴയ കഥകൾ പിടിച്ചു നിൽക്കും. കറക്റ്റ് അല്ലേ? അതായത് വിജയിച്ചവർ അവരുടെ ഓരോ പടികളും മുകളിലോട്ട് ചവിട്ടി അവർ ഓരോ ലക്ഷ്യത്തിലേക്ക് പൊക്കോണ്ടിരിക്കും, ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. പക്ഷെ ഇവനെ പോലെയുള്ള മൊണ്ണകള് പിന്നെ ഒരു അവസരങ്ങളും കിട്ടാണ്ട് ഒരു പട്ടിക്കുഞ്ഞോലും തിരിഞ്ഞു നോക്കാണ്ട് വരുമ്പോൾ ഇങ്ങനെ പഴയ കാര്യങ്ങൾ കുത്തി നിൽക്കും. വിജയിച്ചവർ മുന്നോട്ട് പോകും, ജയിക്കാൻ പറ്റാത്തവർ പഴയ കഥകൾ പിടിച്ചു നിൽക്കും. അതായത് അനീഷ് ഇപ്പൊ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളെ കുത്താൻ വേണ്ടിയിട്ട് പല രീതിയിലും പഴയ കഥകൾ, അതായത് ബിഗ് ബോസിന്റെ അകത്തുള്ള കഥകൾ പറഞ്ഞ് നിൽക്കുകയാണ്. പക്ഷെ അവിടെയും ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളുടെ ഭാഗത്താണ് പോസിറ്റീവ്. അതായത് അനുമോൾ ചെയ്തിട്ടുള്ളതാണ് കറക്റ്റ് കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാണ്ട് അനീഷിനെ പോലെയുള്ള കാട്ടുമുണ്ണകള് കാണിച്ചത് ഊളത്തനം എന്നേ ഞാൻ പറയത്തുള്ളൂ. സത്യമുള്ള കാര്യം പറയല്ല, പുച്ഛം മാത്രമാണ് എനിക്ക് അനീഷിന്റെ അടുത്ത് തോന്നുന്നത്. ഇനി അനുമോളുടെ വേറൊരു പോസ്റ്റ്, ഒരാളുടെ മൂല്യം കുറച്ച് എഴുതാം, പക്ഷേ ആളുകളുടെ സ്നേഹം കുറച്ച് എഴുതാൻ ആരായാലും കഴിയില്ല. അതെ, ഇപ്പൊ അനുമോളെ തരം താഴ്ത്തി കെട്ടാനും താറടിച്ച് കാണിക്കാനും അനീഷ് മാക്സിമം ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ഇപ്പോൾ അനുമോക്ക് ജനങ്ങളുടെ ഇടയിലുള്ള സപ്പോർട്ടും പിന്തുണയുണ്ട്. അതെന്തുകൊണ്ടാണ്? അവൾ ഇന്നും ഇന്നലെയും നാളെയും മറ്റന്നായിട്ട് കൊണ്ടുണ്ടാക്കിയെടുത്തല്ല. അവൾ കുറെ വർഷങ്ങളായിട്ട് പരിശ്രമിച്ച് ജനഹൃദയങ്ങളിൽ ഇടം നേടിയ ഒരു പെൺകുട്ടിയാണ്. അത് സീരിയലിലൂടെ ആയാലും അങ്ങനെ സ്റ്റാർ മാജിക്കിലൂടെ ആയാലും സാധാരണക്കാരായ മലയാളി ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടം നേടിയ ഒരു പെൺകുട്ടിയാണ് ഈ അനുമോള്. അല്ലാതെ ഈ അനീഷിനെ പോലെ മൊണ്ണെ പോലെ വന്നിരുന്നിട്ട് ഗവൺമെന്റ് ജോലി രാജിവെച്ചും കൊണ്ട് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി, നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട്, ഞാൻ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി, നന്മവരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് കയറി വന്ന ഒരു പെൺകുട്ടിയല്ല അനുമോള്. എന്തിന്? സ്ത്രീ വിരുദ്ധത, സ്ത്രീകൾക്കെതിരെ വേണ്ടിയിട്ട് സംസാരിക്കാൻ വന്നവനാണ് ഈ ബിഗ് ബോസിന്റെ അകത്ത്. എന്നിട്ട് അവൻ കാണിച്ചതാ, അതാണ് ബിഗ് ബോസിന്റെ അകത്ത് അവിടെ പറഞ്ഞുകൊണ്ട് വന്നത്. എന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് അവൻ നേരെ ഉൾട്ടടിച്ച് അവൻ വേറെ ട്രാക്ക് പിടിച്ച്, എന്നിട്ട് അകത്ത് വന്നിട്ട് ഈ പ്രസവിക്കുന്ന പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ പ്രസവ ലീവ് കൊടുക്കാൻ പാടില്ല അങ്ങനത്തേക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് അടിച്ചിട്ടുള്ള ഒരു വൃത്തികെട്ടവനാണ് ഇവൻ. ഇവനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ സ്ത്രീകൾക്ക് തോന്നുന്നു? അതാണ് എനിക്ക് ചോദിക്കാനുള്ള. ഇങ്ങനെയുള്ള കാട്ടുമുണ്ണകളെ ഒരു തരത്തിൽ സപ്പോർട്ട് ചെയ്യില്ലേ? അവൻ ഇപ്പൊ ഇവക്കിട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരു കാര്യമില്ല. വേറൊരു പോസ്റ്റ് ഇവളുടെ വായിക്കാം, അനുമോളുടെ. നമ്മളെ ചെറുതാക്കി കാണിക്കാൻ ചിലർ ശ്രമിക്കും, പക്ഷെ സത്യമായ കഴിവ് ഒരാളുടെ വാക്കുകളിലല്ല അയാളുടെ മനസ്സിലാണ് തെളിയുന്നത് എന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് ഈ അനുമോളെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ബിഗ് ബോസിലുള്ള ബാക്കി എല്ലാ ടീമുകളും മാക്സിമം ശ്രമിച്ചു, നല്ലോണം ശ്രമിച്ചു. PR ബലത്തിലാണ് അവൾ ജയിച്ചത്, അങ്ങനെ ഇങ്ങനെയാണ്, മാങ്ങയാണ് തൊലിയാണെന്നൊക്കെ പറഞ്ഞ് അവളെ മാക്സിമം തരം താഴ്ത്തി കെട്ടാനായിട്ട് നല്ലോണം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഈ ഊളകൾ. പക്ഷെ സത്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടിയത് കൊണ്ട് തന്നെ അവൾക്ക് ആ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവളെ ജനങ്ങൾ ഏറ്റെടുത്തു. അല്ലാണ്ട് ഈ മൊണ്ണയെ പോലെ മറ്റേ നാടകം അഭിനയിച്ചൊന്നും അല്ല അവള് ജെന്യൂനായിട്ട് അവളുടെ റിയൽ ക്യാരക്ടറാണ് അവളെ കണ്ടത്. അവൾ എങ്ങനെയാണ് അതുപോലെ അവളെ നിന്നു. കരച്ചിലിന്റെ പേരിൽ ഒരുപാട് ആക്ഷേപിക്കപ്പെട്ടു. പക്ഷെ സങ്കടം വന്ന അവള് കരയും. അതിനിപ്പോൾ എന്ത് തെറ്റിയിരിക്കും? കരഞ്ഞു കഴിഞ്ഞാൽ ബോൾഡ് അല്ലെന്നാണ്. നമുക്കൊരു വിഷം വന്നു കഴിഞ്ഞാൽ നമ്മൾ കരയുക, അതിലൊരു തെറ്റുമില്ല. അല്ലാണ്ട് അതിന്റെ പേരിൽ നമ്മൾ സങ്കടപ്പെട്ട് മീൻസ് നമ്മൾ ബോൾഡ് അല്ല, സ്ട്രോങ് അല്ല എന്നൊന്നും പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. അനുമോൾക്ക് കരച്ചിലോളി എന്നുള്ള ഒരു പേരുണ്ടായിരുന്നു. അവൾ കരഞ്ഞെങ്കിലും അവസാനം കപ്പടിച്ച്, അവളെ കപ്പടിച്ച്. അവള് ജെന്യൂനാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു, അതുകൊണ്ടാണ് അവളെ കപ്പടിച്ചത്. അല്ലാതെ അനീഷിനെ പോലെ കാട്ടുമണ്ണായതുകൊണ്ടല്ല. അപ്പ കാണാൻ അപ്പാന്ന് വിളിച്ചുകൊണ്ട് ഓരോ സ്ഥലത്തും പറഞ്ഞിട്ട് കൊണാന്ന് അടിച്ചുകൊണ്ട് വരുന്നവനല്ല. ഇവൻ ഗവൺമെന്റ് ജോലിയിലിരുന്നു, എന്നിട്ട് ലീവ് എടുത്തിട്ടാണ് ഇവൻ ബിഗ് ബോസിൽ പോയത്. എടാ, നീ ആ ലീവ് കളഞ്ഞിട്ട് നീ റിസൈൻ ചെയ്തിരുന്നെങ്കിൽ ആ സ്ഥാനത്ത് വേറൊരു ആൾക്കെങ്കിലും ജോലി കിട്ടുമായിരുന്നു. എന്തിനാണ് നീയൊക്കെ പകുതി ശമ്പളം ഞാൻ ഒന്നും പറയണില്ല, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കും. ചുമ്മാ കാട്ടുമൊണ്ണത്തരം കാണിച്ചോട്ടെ നടക്കണം. അതുകൂട്ട് അനുമോളുടെ സ്റ്റോറി വായിക്കും. എന്നെ ചെറുതാക്കി എഴുതാം, പക്ഷെ 16 ലക്ഷം വോട്ടുകൾ ചെറുതാക്കാൻ ആരായാലും കഴിയില്ല. അതെ, 16 ലക്ഷം വോട്ടാണ് അനുമോക്ക് കിട്ടിയെന്നാണ് പറയുന്നത്. ആ സ്ഥിതിക്ക് അത്രയും ലക്ഷം വോട്ട്, ഒരു 10 ലക്ഷം ആളുകൾ, ഈ 10 ലക്ഷം ആൾക്കാരുടെ പിന്തുണ ഇവക്കുണ്ടായിരുന്നു. അവൾ ജെന്യൂൻ ആയതുകൊണ്ടാണ്, അവളുടെ ഭാഗത്ത് ന്യായം ഉള്ളത് കൊണ്ടാണ് അവളെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്തത്. അല്ലാത്ത പക്ഷം ഈ മൊണ്ണയെന്ന് പോകാൻ പറ. അവൻ വന്നിരിക്കണം, അവന് റീച്ചില്ല. അവന്റെ യൂട്യൂബ് ഇൻസ്റ്റൊക്കെ എടുത്ത് നോക്കി ഒരു പട്ടിക്കുഞ്ഞു പോലും കാണാനില്ല. അതുകൊണ്ട് അവൻ ഇപ്പൊ ഇറങ്ങിയതാണ് അടുത്ത പരിപാടിയായിട്ട്. വിജയം ആരുടെയും കൃപയല്ല, അത് ജനങ്ങൾ നൽകുന്ന അംഗീകാരമാണ്. അതിന് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അതെ, അനുമോൾക്ക് ജനങ്ങൾ നൽകിയ ആ സ്നേഹവും കരുതലുമാണ് അവൾക്ക് വോട്ടായിട്ട് കിട്ടി അവൾക്ക് ആ കപ്പ് നേടാൻ സാധിച്ചിട്ടുള്ളത്. അല്ലാണ്ട് അനീഷിനെ പോലെ വന്നിരുന്ന് അസൂയപ്പെട്ടിട്ട് കുശുമ്പപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. മൊണ്ണത്തനം അനീഷെ ഒഴിവാക്കുക, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ ഒരിടത്തും എത്തപ്പെടാതെ പോകും. അത് നിന്റെ ഒരു വേസ്റ്റ് സിറ്റുവേഷൻ ആയിരിക്കും. നീ കാട്ടുമൊണ്ണത്തനങ്ങൾ കാണിക്കുന്നത് എനിക്കറിയാം. അതുപോലെ തന്നെ നീ സംസാരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ നീ എന്തോ വലിയ നന്മമരം, നല്ലവനാണ്, ലോകം കണ്ട നന്മമരമാണെന്നൊക്കെ ആൾക്കാർ തെറ്റിദ്ധരിക്കും. പക്ഷെ നീ എന്താണെന്നും നീ എങ്ങനെ ഉള്ളവനാണെന്നും
അത്യാവശ്യം നന്നായിട്ട് ജനങ്ങൾക്കറിയാം. നിന്റെ ആ ഉള്ളിലെ വിഷമാണ് നീ ഇപ്പൊ ഈ തുപ്പുന്നത്. ഈ ഒരു രീതിയിൽ ഇങ്ങനെ വാരിയിട്ട് എറിഞ്ഞ് തുപ്പുന്നത് നിന്റെ ഉള്ളിൽ ആ ഒരു കൊടും വിഷമാണ് മോനെ. നീ പോടാ അനീഷ്. ഇനി എനിക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടി. ട്രോഫി, കാറ്, പ്രൈസ് മണി, അതിലും വലുത് ജനങ്ങളുടെ സ്നേഹം. അതെ, ഞാൻ എൻ്റെ യാത്രയിൽ മുന്നോട്ട് പോകുന്നു. ചിലർ ഇപ്പോഴും പഴയ മത്സരത്തിൽ തന്നെ കുടുങ്ങിയിരിക്കുന്നു. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് 4 മാസമായി. ഞാൻ മുന്നോട്ട് പോയി. ചിലർ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. PR കൊണ്ടല്ല, 14 ലക്ഷം ആളുകളുടെ സ്നേഹമാണ് എന്നെ വിന്നറാക്കിയത്. ഓക്കെ, ഇവിടെ ബിഗ് ബോസിൽ വന്ന് ഓരോരുത്തരും ഓരോ ആഴ്ചയിൽ എവിക്റ്റായി ഇറങ്ങുമ്പോഴും പുറത്തു വന്നിട്ട് ഇന്റർവ്യൂ കൊടുത്തിട്ട് അനുമോള് പിആറിന്റെ ബലത്തിലാണ് അങ്ങനെ ഇങ്ങനെയാണ് ഓരോന്നും ബാധിച്ചുകൊണ്ടിരുന്നത്. അത് ബിന്നിയായാലും കട്ടപ്പയായാലും ബിൻസി ആയാലും എല്ലാവരും. കാരണം അങ്ങനെയാണ് ഇവർ അനുമോളെ ആക്രമിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇവരെല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ട് അനുമോക്ക് കപ്പ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി നോക്കി. പക്ഷെ ദൈവത്തിന്റെ കൃപ, കാണുന്ന ജനങ്ങൾ പൊട്ടന്മാരല്ലാത്തത് കൊണ്ടും അവരുടെ സപ്പോർട്ട് അനുമോക്ക് കിട്ടി. ഞാൻ എപ്പോഴും എൻ്റെ ബിഗ് ബോസ് റിവ്യൂവിൽ പക്ക ജെന്യൂനായിട്ടാണ് നിന്നിട്ടുള്ളത്. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ വിളിച്ചു പറയും. അതിപ്പോൾ ആര് എന്ത് കാണിച്ചാലും അനുമോളുടെ ഭാഗത്ത് തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വളരെ വളരെ മൈന്യൂട്ടായിട്ട് മാത്രമേ അനുമോളുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുള്ളൂ. അല്ലാണ്ട് ബാക്കിയുള്ള കാട്ടാവരാതികളെല്ലാം തെറ്റ് കാണിച്ചപ്പോഴും നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഈ അനീഷ എന്ന് പറയുന്നവൻ അവളെ പോയി പ്രപ്പോസ് ചെയ്ത് അവളെ മെന്റലി തളർത്താൻ നോക്കി. എന്നിട്ട് ഇവൻ ജനങ്ങളെ സഹതാപം പിടിച്ചു പറ്റാൻ നോക്കി. മൂഞ്ചി തിരിഞ്ഞ് അല്ല, ഒന്നാം തരം ഫ്രോഡാണ്. ഞാൻ അന്നും അനുമോള് ആ ഒരു ബിഗ് ബോസിൽ ഇറങ്ങിയ സമയത്ത് എന്നെ കോൺടാക്ട് ചെയ്ത സമയത്ത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന്, ഒറ്റ മനുഷ്യന്മാരോട്ട് കൂട്ടുവയ്ക്കില്ലെന്ന്. കാരണം എല്ലാം കാട്ടാപരാധികളാണ്. പിന്നെ ഇവക്കിട്ട് കൊട്ടി അവസാനം നിൽക്കാൻ പറ്റുന്നില്ല. എല്ലാ ജനങ്ങളും തിരിച്ചടിച്ചു തുടങ്ങി. ജനങ്ങൾ വലിച്ചീറി ഇവളുമാരെയൊക്കെ ഒട്ടിക്കാൻ തുടങ്ങി. ബാക്കിയുള്ള കണ്ടസ്റ്റന്റുകൾ ഒട്ടിക്കാൻ തുടങ്ങിയപ്പോൾ നൈസായിട്ട് എല്ലാം ഊരി തുടങ്ങി. അതാണ് സംഭവിച്ചത്. ഇനി പോയി പണി നോക്കടാ ഊളെ. അവളുടെ വായിരിക്കണ കേട്ടല്ലോടാ ഊളെ, അനീഷെ, മരവുളെ, കാട്ടുമുണ്ണെ. കൂടുതലൊന്നും പറയാനില്ല. നിന്നെ പറ്റിയിട്ട് 2 വാക്ക് പൊഴുത്തി പറഞ്ഞില്ലേ പിന്നെ ഞാൻ എന്തിനാ മുത്തേ. അനീഷിന്റെ സ്റ്റോറി കാണാം. ചിലർ എല്ലാ മാസവും വീതം വെച്ച് കൊടുക്കുന്നതല്ലേ ആ റോബോട്ടിക് PR-കളും പെയ്ഡ് PR-കളും രക്ഷക്കെത്തട്ടെ. നാറി, നിനക്ക് ഉളുപ്പുണ്ടടാ. നീയും PR ചെയ്തിട്ടല്ലടാ പോയത്. എന്നിട്ട് വന്നിന്ന് കോണയടിക്കുന്ന നീ. PR നീ ഇപ്പൊ തന്നെ ഒരു പോൾ ടോക്ക്. നീ ജനുവനായിട്ട് നിന്റെ യൂട്യൂബിലോ ഇൻസ്റ്റയിലോ പോയിട്ട് ഒരു പോളിട്. അനുമോക്കാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്, ഈ ഊളായ നിനക്കാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എന്ന് അപ്പം നിനക്ക് മനസ്സിലാവും. നീ വേണ്ട, ഈ വീഡിയോയുടെ താഴത്തെ കമന്റ് ബോക്സ് നോക്ക്. 10 പേര് കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ, അതിൽ 5 പേരും അനുമോക്കായിരിക്കും സപ്പോർട്ട്. 5 അല്ല, ഒരു 8 പേരും അനുമോക്കായിരിക്കും സപ്പോർട്ട്. അതെന്തുകൊണ്ടാണ്? അവളെ അത്രയും ആൾക്കാർ സ്നേഹിച്ചു. അല്ലാണ്ട് നീ പറയുന്ന പോലെ ഊള പെയ്ഡ് PR വർക്കോ കോപ്പോ തേങ്ങയോ ഒന്നും മാങ്ങയല്ല തൊലിയല്ല. നിന്നെ പോലെയുള്ള മൊണ്ണകൾ ഇരുന്നിട്ട് ഇത് PR ആണ്, തേങ്ങയാണ്, മാങ്ങയാണ്, തൊലിയാണെന്ന് ഇരുന്ന് പറയും. അല്ലാണ്ട് ഒന്നുമില്ല. ഇനി അവളുടെ സ്റ്റോറികളെല്ലാം എടുത്തു വെച്ചിട്ട് അവൻ അങ്ങോട്ട് സ്റ്റോറി ഇട്ടിരിക്കുകയാണ്. കാട്ടുമണ്ണ, പോടാ എണീച്ച്. ആർക്കോ നന്നായി പൊള്ളുന്നുണ്ടല്ലോ. അയ്യോ, വിയർത്ത് മേക്കപ്പ് ഒലിച്ചിറങ്ങിയാൽ അയ്യോട്ടോ. ഇവൻ ആദ്യം ബിഗ് ബോസിൽ കയറിപ്പോയ സമയത്ത് കുണച്ചിട്ടുള്ള ഡയലോഗ് ഓർമ്മയുണ്ടായിരുന്നു. അതായത് ആദ്യം ഇവന് അനുമോളാണ് കാണുന്നത്. അനുമോള് പോകുന്ന സമയത്ത് അയ്യോ ആരാണെന്ന് മനസ്സിലായില്ല, മേക്കപ്പ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ അനുമോക്കിട്ട് കൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇവന്റെ വിചാരം ഇവൻ എന്തോ വലിയ സംഭവമാണെന്ന്. നീ ഒരു തേങ്ങയില്ല. സത്യം പറഞ്ഞാൽ നിനക്ക് ടൊണ്ണാക്കി ഇടിച്ച് തരാനുള്ള കണ്ടസ്റ്റന്റ് അതിൻ്റെ അകത്ത് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നീ സേഫ് ആയത്. മനസ്സിലായ? അല്ലെങ്കിൽ നിന്റെ അണ്ണാക്കിൽ അടിച്ച് പഴം കയറ്റി തന്നിട്ട് പോകുമായിരുന്നു. നിനക്ക് നല്ല കുറുകി കൊള്ളുന്ന ഇടിച്ച് കയറ്റി തരാൻ അവിടെ ആളില്ലായിരുന്നു. അതുകൊണ്ടാണ് നീ സേഫ് ആയത്. ഞാൻ ഉള്ള കാര്യം പറയാം, സീരിയസ്ലി. ഇനി അനുമോൾക്ക് അവാർഡ് കിട്ടിയിട്ടുള്ള കാര്യം പോസ്റ്റൊക്കെ ഞാനൊന്നും ഇടാം, നിങ്ങൾ നോക്കും. ഓക്കെ, അവളുടെ സ്റ്റോറികൾ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. ഞാനായിട്ട് കൂടുതലൊന്നും പറയുന്നില്ല. ഈ കാട്ടുമണ്ണ അനീഷിനെ പോലുള്ളവര് അസൂയം കുശുമ്പും നിറഞ്ഞിട്ട് ഇങ്ങനെ കിടന്ന് തുപ്പോ. നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവനാണ് നല്ല കുശുമ്പും അസൂയുണ്ട്. ഇവക്ക് കപ്പ് കിട്ടിയേണ്ടത്. അവന്റെ ചൊരുക്കാണ് അവൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതും ഈ വീണ്ടും തുപ്പിക്കൊണ്ടിരിക്കുന്നത്. അസൂയപ്പെട്ടിട്ട് കാര്യമില്ലടാ. കഴിവ് വേണോടാ, കഴിവ്. നിന്നെ പോലെ അകത്ത് വിഷവും വെച്ച് കുണച്ച മൈൻഡ് സെറ്റും കൊണ്ട് നടക്കുന്നവന്മാർ ഒരിക്കലും ഗുണം പിടിക്കാൻ പോകുന്നില്ല. നീയൊക്കെ ബിഗ് ബോസിൽ ഇറങ്ങിയിട്ട് നിന്നെയൊക്കെ ഒരു പട്ടിക്കുഞ്ഞ് തിരിഞ്ഞു നോക്കുന്നുണ്ടോ? നീയൊക്കെ ഒരു വീഡിയോ ഇട്ട് അതിന് റീച്ച് ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? നിന്റെ ഉള്ളിൽ ആ കാള കൂടെ വിഷമാണ്. അനുമോൾ അവളുടെ കരിയർ നോക്കി പോകുന്നുണ്ട്. ഉദ്ഘാടനങ്ങൾ, മറ്റത് മറിച്ചത് ഒക്കെ ആയിട്ട് അവൾ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. സൂപ്പറായിട്ട് അവളുടെ ലൈഫ് അവൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ നിന്നെ പോലുള്ളവന്മാർ, സത്യം പറയാലോ, മൊണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായി പോടാ. ഇങ്ങനെ നഴ്സറി പിള്ളേർ പോലും ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഇല്ലല്ലോ. അങ്ങ് ചുമ്മാ അവളായിട്ട് ചൊറിയുവാണ്. PR. നിനക്ക് നാണമില്ലടാ ഊളെ. വല്ലതും ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയാം. അല്ലാണ്ട് ചുമ്മാ വന്നിട്ട് പൊട്ടനെ പോലെ നീ വലിയ ബുദ്ധിജീവി കളിക്കാടാ കിഴങ്ങ. നിന്നെ കുറെ ദിവസമായി ഞാൻ ചൊറിയണം, എനിക്ക് ചൊറിഞ്ഞു പറഞ്ഞത് നിന്റെ വർത്തമാനം കേൾക്കുമ്പോൾ. എനിക്ക് അന്നേ ചൊറിച്ചില്ല നിന്റെ വർത്തമാനം. നീ എന്തോ വലിയ നല്ലവനാണ്, നീ ലോകം കണ്ട നന്മപരമാണ്. ഈ ഒരു മൈൻഡ് സെറ്റിൽ നിന്റെ ഒരു നിപ്പുണ്ട്. കാലാകാരി എടുത്ത് വിളയിലേറെ തോന്നും. അമ്മാതിരി ഒരു നിപ്പാണ് നീ നിൽക്കുന്നത്. അതുകൊണ്ട് നീ മേലാലിനി
ഇമ്മാതിരി കുഴപ്പം കൊണ്ട് വന്നു പോരുത്. വായിരിക്കണ പച്ച തെറിവിളിയായിരിക്കും നീ കേൾക്കുന്നത്. നിന്നെപ്പറ്റി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ മൊണ്ണകളുണ്ട്, കുറേ മൊണ്ണച്ചികൾ ഉള്ള കാര്യം പറയാം. അതിൻ്റെ പേരിൽ എൻ്റെ അടുത്ത് വരെ എൻ്റെ ഫ്രണ്ട്സ് ഉടക്കി പോയിട്ടുണ്ട്. നിന്നെ ഞാൻ ചീത്ത വിളിച്ച് അവളെ സപ്പോർട്ട് ചെയ്തേ. വേണ്ട, എനിക്കൊരു മോന്മാരും മോളുകളും വേണ്ട. അവനെ ഒരു കാട്ടുമൊണ്ണ അനീച്ച് വന്നിരിക്കുന്നു. അവൻ നീ ആരാ? അയ്യേ, നേഴ്സറി പിള്ളേരെ പോലെ അടിയും കൂടി. അവന് നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ, ഇവന് ലൈം ലൈറ്റിൽ ഇപ്പോൾ ഇവന് റീച്ചില്ല, ഒരു പട്ടിക്കുഞ്ഞോലും ഇവന് മൈൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നൈസായിട്ട് അവൻ ഇങ്ങനെ കിടന്ന് ഉരുളാണ്. സത്യം പറഞ്ഞാൽ ഈ അനിമോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാരെ വിളിച്ചുകൊണ്ട് വീട്ടിൽ കയറി അവനെ ഇടിയാണ് ചെയ്യേണ്ടത്. അവൻ്റെ മൊണ്ണത്തന. അവൻ ആര്? കാട്ടുകോഴി. അവിടെ പോയി പ്രപ്പോസും ചെയ്ത് അണ്ണാക്കി കിട്ടി, റിജക്ഷൻ വാങ്ങിച്ചുകൊണ്ട് പോയി നാറ് നത്തം കൊട്ടിയിട്ട് വീണ്ടും പോയിരിക്കുന്നു അവക്കിട്ട് ചൊറിയാൻ. നാണമില്ലടാ എനിക്ക്, നാണമില്ലാത്ത മൊണ്ണേ. അയ്യേ, ആണുങ്ങളെ വില കളയാനായിട്ട് ഓരോ മുത്തന്മാർ. അവളെ വായിരിക്കണ കേട്ടല്ലോ, ഇറങ്ങി പോടാന്ന് നാറി പോടാ. പോട്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ ഉണ്ട്. ഇതുപോലത്തെ കാട്ടുമണ്ണകളൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ കമന്റ് ബോക്സിൽ ആരും കമന്റ് ഇടല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.